രാത്രി വായലില കിടന്ന വായ്പ എന്റെ പുറത്തായോ? ഇതെന്ത് പറ്റി? ബ്രെഡ് ആ ഒരു പാക്കറ്റ് കൊണ്ടുവാ. രാവിലെ ബ്രെഡും കൂട്ടി മുട്ടയും കൂട്ടി തട്ടാ. ഇത് എവിടുന്നാ വിളിച്ച? കാണാൻ വയ്യാലോ. ഹലോ, ആരാ വിളിച്ച? ഹലോ, ഇതെന്തോടാ തുമ്പിക്കൈ ഞാത്തിട്ടോണ്ട് വരുന്നേ? നീ ആ തുമ്പിക്കൈ ഒന്ന് പൊക്കി വെച്ചേ. ഇപ്പൊ എനിക്ക് ചേട്ടനെ കാണാ. ചേട്ടന് ഭയങ്കര ബുദ്ധി കേട്ടോ. ചുമ്മാ അല്ല, രാവിലെ തൊട്ട് ഇതും തലേ വെച്ചോണ്ട് കിടക്കുക. എന്നെ ആരൊക്കെ എവിടുന്നൊക്കെ വിളിക്കുന്നുണ്ട്. എനിക്ക് അവരെ ആരെയും കാണാൻ വയ്യ. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതുപോലെ ചെയ്താ കാണേണ്ട കാര്യങ്ങൾ കാണേണ്ടതുപോലെ കാണാം. മനസ്സിലായി? നീ ഒരു കാര്യം ചെയ്യും, അതെടുത്ത് തിരിച്ചു പോയി. അല്ല നീ ആരാ? എനിക്ക് മനസ്സിലായില്ല. എന്തിനാ ഇവിടെ വന്നേ? കേക്കാൻ വയ്യ. ആ അത് പറഞ്ഞപ്പോ അതെടുത്ത് തിരിച്ച് ചെവി അടക്കം വെച്ച്. ചെവി അടച്ചു വെച്ച് വല്ലതും കേൾക്കാൻ പറ്റൂടാ. അതെടുത്ത് താഴെ വെക്ക്. അതെ ഇനി വന്ന് എന്താ വീട്ടില് ഭാര്യയായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് അവിടെ പറഞ്ഞു കേൾക്കണം. കേട്ട പാതി കേൾക്കാത്ത പാതി കിടക്കൊക്കെ എടുത്തോണ്ട് ഇതിലെ വന്ന് എന്റെ വീട്ടിലൊക്കെ വരേണ്ട വല്ല കാര്യമുണ്ട്? എന്റെ പൊന്നേട്ടാ, ഞാൻ വീട്ടിൽ നിന്ന് പെണ്ണുമ്പിള്ളയായിട്ട് ഉടക്കി വന്നതല്ല. പിന്നെ ഞാൻ മെത്ത കച്ചവടക്കാരനാ. മെത്ത വിൽക്കാൻ വന്നതാ. അയ്യോ, ഈ മെത്ത ഒന്നും ഇവിടെ വേണ്ട, നീ കൊണ്ടു. അങ്ങനെ പറയില്ലേ. ചേട്ടന്റെ മുഖം കണ്ട അറിയാം, നല്ല ഉറക്കക്ഷീണമുണ്ട്. അതെ, ഈ മെത്തയിൽ ചേട്ടൻ കയറി കിടന്നൊന്ന് ഉറങ്ങി നോക്കിയേ പിന്നെ ഉറക്കത്തിൽ നിന്ന് എണീക്കത്തില്ല. എടാ എനിക്ക് ക്ഷീണമൊക്കെ ഉണ്ട്. ശരിയാ, എനിക്ക് നൈറ്റ് ഡ്യൂട്ടിയാ. ഞാനൊരു സെക്യൂരിറ്റിയാ. അപ്പൊ എളുപ്പമായില്ലേ? എന്ത്? ചേട്ടൻ സെക്യൂരിറ്റി ഡ്യൂട്ടിക്ക് പോകുമ്പോ ഈ മെത്തയും ചുരുട്ടി കശത്ത് വെച്ചോണ്ട് പോയിട്ടാ അവിടെ വിരിച്ചു കിടന്ന് ഉറങ്ങിക്കൂടെ? എടാ എന്ത് വർത്താനാടാ നീ പറയുന്നത്? ഇങ്ങനെ പറയാൻ കൊള്ളാം ഇവന്. ഞാനൊരു സെക്യൂരിറ്റി അല്ലേ, നൈറ്റ് ഡ്യൂട്ടി ഉള്ളത്. അപ്പൊ എന്റെ കഷ്ടത്ത് വെച്ചിട്ട് ഈ ബെഡും വെച്ചിട്ട് ഞാൻ അവിടെ പോയി കിടന്നാൽ എന്റെ ജോലി പോകത്തില്ലേ? ഇങ്ങനെയുള്ള വൃത്തിയായിട്ട് വർത്താനം പറയരുത് കേട്ടോ. അവൻ മതിരിക്കുന്നു ബെഡുമായിട്ട് എന്റെ വീട്ടിൽ വന്ന് കിടക്കാൻ. മേലാ ഇങ്ങനെ പറയരുത് കേട്ടോ. അവൻ വന്നിരിക്കുന്നു. ഞാനേ പേപ്പർ വിരിച്ച് കിടന്നോളാം, അതാ എനിക്കിഷ്ടം. നിങ്ങൾ എന്ത് മനുഷ്യനാണ്? എന്റെ പൊന്നേട്ടാ, ഇതൊരു മാജിക്കൽ മെത്തയാ. ഇതിനകത്ത് ചേട്ടന്റെ മൂത്രം വീണ് കഴിഞ്ഞാൽ ഈ മെത്ത അങ്ങ് പിടിച്ചെടുത്തോളും. നീ നുണ പറയാതെ പോടേ ചുമ്മാ. നുണയല്ലെന്നേ. എന്റെ അപ്പൂപ്പൻ 4 വർഷം ഈ മെത്തേ കിടന്നല്ലേ മൂത്രം ഒഴിച്ചേ. നിന്റെ അപ്പൂപ്പന്റെ മൂത്രമാണോ എന്റെ പൊന്നേട്ടാ, എന്റെ പാവം അപ്പൂപ്പൻ 4 വർഷം വയ്യാതെ കിടന്ന് ഈ മെത്തേ കിടന്ന് മൂത്രം ഒഴിച്ചു. അപ്പൂപ്പന്റെ മൂത്രം എല്ലാം കൂടി ഈ മെത്ത പിടിച്ചിട്ട് മെത്തക്കകത്ത് പഞ്ഞി പൊട്ടി കിളിച്ച ഒരു വലിയ പഞ്ഞിമരമായി. ഈ പഞ്ഞിമരത്തിൽ കയറി പിടിച്ചെടുത്ത പഞ്ഞി കൊണ്ടുണ്ടാക്കിയ സൂപ്പർ മെത്തയായത്. അടിപൊളി മെത്തയാ. ഈ മെത്തയിലോട്ട് ചേട്ടൻ ഒന്ന് കിടന്നേ, ചേട്ടന്റെ നടുവേദന പമ്പ കിടക്കും. എടാ എനിക്ക് നടുവേദനയൊന്നും ഇല്ല. അങ്ങനെ പറയില്ല ചേട്ടാ. ചേട്ടൻ നടുവുണ്ടോ? ഉണ്ട്. നടുവുണ്ടെങ്കിൽ ചേട്ടൻ നടുവേദന ഉണ്ട്. എടാ എനിക്ക് വേണ്ട. എനിക്ക് ഇവിടെ വീട്ടിൽ ഒരുപാട് മെത്തയുണ്ട്. എന്റെ വീട്ടിലാണ് എന്റെ കട്ടിൽ ഒരുപാട് മെത്ത ഇങ്ങനെ അടുക്കി വെച്ചിട്ടേ എനിക്ക് അവിടെ കട്ടിലിൽ കിടക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ ഈ പായിൽ ഇവിടെ വിരിച്ചാ കിടക്കുന്നത്. ഏത് പാ? ഈ പാ. എന്തേ കണ്ടോ? ഇത് പായാണോ അതോ ചേട്ടന്റെ വായാണോ? വായിലിട്ടൊരു കുത്തു തരും. എന്റെ പൊന്നേട്ടാ, ഈ കീറിയ പായൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഈ സൂപ്പർ മെത്ത വാങ്ങിച്ച് ചേട്ടനും ഫാമിലിക്കും ഈ മെത്തേ കിടന്നുറങ്ങി കൂടെയോ? പിന്നെ എനിക്ക് തനിച്ച് കിടക്കാൻ ഇതിന്റെ അകത്ത് ഇടവില്ല. പിന്നെ ഞാനും എന്റെ ഫാമിലിയും കൂടെ ഇതിന്റെ അകത്ത് കയറി കിടക്കുന്നത്. അതെന്നാ പറച്ചില്ല ചേട്ടാ. മൂട്ടയ്ക്കും ഫാമിലിക്കും ഈ മെത്തേ കിടക്കാമെങ്കിൽ പിന്നെ ചേട്ടനും ഫാമിലിക്കും എന്താ ഈ മെത്തേ കിടന്നാ? എനിക്ക് മെത്ത വേണ്ട. ഒന്നാമത് ഞാൻ കടം കയറി നട്ടം തിരിഞ്ഞ് നിൽക്കുക. അപ്പോഴാണ് അവൻ മെത്തയായിട്ട് വന്നിരിക്കുന്നത്. ഈ മെത്ത വാങ്ങിച്ച കടക്കാരിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ഐഡിയ കിട്ടും. അതെങ്ങനെ? അതറിയത്തില്ല ചേട്ടാ. ചേട്ടൻ ഈ മെത്ത വാങ്ങിച്ചെന്ന് വെച്ചു. ചേട്ടന്റെ തിരക്ക് കടക്കാർ വരുമ്പോ ഈ മെത്തയുടെ പിന്നിൽ ഇങ്ങനെ ഒളിച്ചിരുന്നാ മതി. വലിയ കഷ്ടമാണ്. നീ എന്നെയും കൊണ്ടേ പോകത്തോടെ. ഇതിന് എന്ത് വില വരും ചേട്ടാ? റെഡി ക്യാഷ് ആണെങ്കിൽ ചേട്ടൻ 6000 രൂപ. ഇൻസ്റ്റാൾമെന്റ് ആണെങ്കിൽ എനിക്ക് 15000. നീ ഇത് എങ്ങനെ എന്റെ ഇന്ന് വാങ്ങിക്കും? ഞാൻ ആഴ്ചയെ വന്ന് പിരിച്ചോളാം. ആഴ്ച ഉണ്ടാവില്ല. അന്നേ മാസത്തിൽ വരാം. മാസത്തിൽ ഞാൻ കാണില്ല. മാസത്തിലും കാണില്ലേ? അപ്പൊ ചേട്ടൻ എപ്പം വീട്ടിൽ കാണും? നീ വരാത്ത ദിവസങ്ങളിലൊക്കെ ഞാൻ വീട്ടിൽ കാണും. ഞാൻ എപ്പം വരണം? ഞാൻ വരണമെന്ന് നീ എപ്പോഴും എന്താണ് നീ ചിന്തിക്കടേ? നീ എന്തിനാ എന്നോട് ചോദിക്കുന്നത്? അതല്ല പോട്ടെ, എന്റെ പൊന്നേട്ട ഈ മെത്ത ഉണ്ടോ? എന്ത് ബലമുള്ള മെത്ത എന്നറിയോ ചേട്ടൻ? ഈ മെത്ത വാങ്ങില്ല. എനിക്കിതിൽ ബലം ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു. പക്ഷെ എന്റെ മെത്തയെ കുറിച്ച് ചേട്ടൻ അങ്ങനെ സംസാരിക്കരുത്. ഇതിന്റെ ബലം ഞാൻ ചേട്ടനെ കാണിച്ചു തരും, ബോധ്യപ്പെടും. ചേട്ടൻ ഈ മെത്ത പിടിച്ചേ, ഈ മെത്ത പിടിച്ചേ. ഇതിന്റെ ബലം എന്താണെന്ന് ചേട്ടൻ അറിയത്തില്ലേ? വലിച്ചേ, ഒരു കുഴപ്പമില്ലല്ലോ. ആനു വലി ചേട്ടനാ വലിച്ചേ? നീയാ വലിച്ചത്? അല്ല, ചേട്ടനാ വലിച്ചേ. ഈ കീറിയ മെത്ത ആരുടെ? എന്റെ. അപ്പൊ നീ അല്ലോടാ വലിച്ചത്? ശരിയാണല്ലോ, ഞാനാണല്ലോ വലിച്ചേ. അത് മാത്രമല്ല, ഇതിന്റെ അകത്തെ പഞ്ഞി മാത്രമല്ല ചകിരി ഉണ്ടോന്ന് എനിക്ക് സംശയം. എന്റെ ചേട്ടാ, വീണ്ടും ചേട്ടൻ എന്റെ മെത്തെ അവിശ്വസിക്കുക. ഇതിനകത്ത് ചകിരി ഉണ്ടെന്ന് പറഞ്ഞാൽ എന്തിന് പറച്ചില്ല ചേട്ടാ. അത് ഞാൻ അംഗീകരിക്കത്തില്ല. നോക്കേട്ടാ, ഇതിനകത്ത് എവിടാ ചകിരി? ഇതിനകത്ത് മൊത്തം പഞ്ഞില്ലയോ? നോക്കി, ഇതൊക്കെ പറഞ്ഞു എന്റെ ബോംബെ കൂടെ മൊത്തം പഞ്ഞി. നല്ല നനുനനുത്ത പഞ്ഞി കേട്ടാ, നല്ല സ്നിഗ്ധത. വിശ്വാസമായി? വിശ്വാസമായി. ഉറപ്പിച്ചോ? ഉറപ്പിച്ചു. ഇനി ചേട്ടൻ എന്ത് തരും? പറ, എന്ത് തരും? ഞാൻ ഈ ചാക്ക് തരും. ചാക്കെന്തിനാ? ഇതെല്ലാം വാരിക്കെട്ടി ഇപ്പൊ ഇവിടുന്ന് പോയിക്കോണം. പെട്ടെന്ന് സ്ഥലം വിടാ. ചേട്ടോ, ഇത് വെച്ചിട്ടൊരു തലങ്ങണിയുടെ പൈസ തരാവോ? നീ പോടേമ്മ. നീ പോടാ. രണ്ടെണ്ണം മൊത്തം പഞ്ഞി മാറിക്കൊണ്ട് നടന്നു പോവാ കേട്ടല്ലോ. പഞ്ഞിയാകുമ്പോ മാരണ്ട ഊതിയങ്ങ് വിടാ.